ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡിസിയിൽ അച്ചടക്ക നടപടി. പബ്ലിക്കേഷൻ വിഭാഗം മാനേജറെ സസ്പെൻഡ് ചെയ്തു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ആണ് ചേരുന്നത്. ഗോകുൽ, എന്തായാലും DC ബുക്സ് ഇതിലൊരു നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. പബ്ലിക്കേഷൻ വിഭാഗം മാനേജറെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. DC ബുക്സിന്റെ ഈ നടപടിയെ ഏത് രീതിയിൽ നമുക്ക് വിശദീകരിക്കാം? സ്വാതി, നിലവിൽ DC ബുക്സ് ഒരു പരസ്യ നടപടികളിലേക്ക് കടന്നതായിട്ടാണ് സൂചന ലഭിക്കുന്നത്. EP വിവാദവുമായി ബന്ധപ്പെട്ട് ആത്മകഥാ വിവാദവുമായി ബന്ധപ്പെട്ട് EPക്ക് അല്ലെങ്കിൽ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് EPയുമായി ഉണ്ടായിട്ടുള്ള കരാറിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഔദ്യോഗികമായി കരാറ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല EPയുമായി എന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. DC രവി പോലീസിൽ മൊഴി നൽകിയിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ആ കരാർ വ്യവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്കെതിരായിട്ട് നടപടി ഉണ്ടായതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. നിലവിൽ പബ്ലിക്കേഷൻ വിഭാഗം മേധാവിയെ സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കരാർ ഒപ്പിടുന്നതിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് DCയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിശദീകരണം. പക്ഷേ ഈ വിവരം ഔദ്യോഗികമായിട്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ DC ബുക്സ് മേധാവിയോ മറ്റ് ജീവനക്കാരോ ഒന്നും തന്നെ തയ്യാറാകുന്നില്ല. ഇന്നിപ്പോൾ രാവിലെയാണ് DC രവി, സ്ഥാപനത്തിന്റെ മേധാവി, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസിൽ മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ EPയുമായിട്ട് കരാർ ഔദ്യോഗികമായിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചു. പകരം വാക്കാൽ ഒരു ധാരണയിലെത്തുകയായിരുന്നു. കരാറിന് വേണ്ടിയിട്ടുള്ള ധാരണ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന രീതിയിലാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോലീസ് ആരംഭിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട്. കോട്ടയം SP അന്വേഷണത്തിന്റെ റിപ്പോർട്ട് DGPക്ക് കൈമാറും. അതിനുശേഷം DGP തുടർ നടപടികൾ എത്രയും വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വിഷയത്തിൽ കേസെടുത്ത് നടപടികൾ അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള തുടർ അന്വേഷണത്തിനാകുമോ പോലീസ് തയ്യാറാകുക എന്നുള്ള വിവരം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഇതാണ്, ഈ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ വിഷയത്തിൽ പൂർണ്ണമായിട്ടും EP ജയരാജനെ തള്ളിക്കളയാതെ അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കാതെയോ എതിർത്ത് ഉള്ള പ്രതികരണങ്ങൾക്കോ ഒന്നും DC ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ അവരുടെ നിലപാടായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം സമാധാനപൂർവ്വമായിട്ട് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ഒതുക്കി തീർക്കാനുള്ള ഒരു നടപടിയാണോ DCയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്കിനി അല്ലെങ്കിൽ ഇതിലൂടെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. കാരണം സർക്കാരിനെതിരെയോ EPക്കെതിരെയോ പരസ്യ പ്രതികരണമോ പ്രസ്താവനകളോ നടത്താൻ DC തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ EPയുടെ സമ്മതത്തോടു കൂടിയിട്ട് തന്നെയാണ് തങ്ങൾ ആത്മകഥയുടെ ഭാഗങ്ങൾ എഴുതി തുടങ്ങിയത് എന്ന് പരസ്യമായിട്ട് പ്രതികരിക്കാൻ ഇതുവരെ DC ബുക്സ് തയ്യാറായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു സർക്കാർ അനുകൂല നിലപാട് DC സ്വീകരിക്കുന്നു എന്നുള്ള സംശയങ്ങൾക്ക് കൂടുതൽ മൂർച്ച കൂട്ടുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് DC രവിയുടെ മൊഴിയെടുത്തതിന് ശേഷം DC ബുക്സ് ഔദ്യോഗികമായിട്ടൊരു വിശദീകരണം അവരുടെ ഫേസ്ബുക്ക് പേജിലൂടെ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ EP ജയരാജൻ വിഷയത്തിൽ DCയുടെ ഔദ്യോഗിക മൊഴി പോലീസിന് നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം നടപടിക്രമങ്ങൾ പാലിച്ച് മാത്രമേ ഇതുവരെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാറുള്ളൂ DC ബുക്സ്. DC രവിയുടെ മൊഴിയെടുപ്പുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പൂർണ്ണമായിട്ടും അടിസ്ഥാനരഹിതമാണ് എന്നും അന്വേഷണം നടക്കുന്ന ഘട്ടത്തിൽ പരസ്യമായിട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നത് അനുചിതമാണ് എന്ന രീതിയിലുള്ള വാചകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു DCയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഔദ്യോഗിക വിശദീകരണം ഫേസ്ബുക്കിലൂടെ ഉണ്ടായിരുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ അച്ചടക്ക നടപടി കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നത്. പക്ഷേ ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് DCയുടെ അധികൃതർ ആരും ഇതുമായി ബന്ധപ്പെട്ട് തയ്യാറാകുന്നില്ല. ഫോൺ കോളിലൂടെ പോലും പ്രതികരിക്കാനായിട്ട് ഇവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നത് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന റെസ്പോൺസ്. പക്ഷേ നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് തന്നെ ഉള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ സാധിക്കുമെന്നാണ് നമുക്ക് അല്ലെങ്കിൽ സ്ഥിരീകരിക്കാനായിട്ട് സാധിക്കും. കൂടുതൽ ജീവനക്കാരിലേക്ക് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കാണേണ്ടതാണ്. പ്രധാനമായിട്ടും അവർ പറയുന്നത് ഈ കരാർ ഉണ്ടാക്കുന്നതിലുള്ള വീഴ്ചയാണ് ഈ നടപടിക്ക് കാരണമെന്നുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ഈ വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ EPയുടെ നിർണായകമായിട്ടുള്ള പരാമർശങ്ങൾ പുറത്ത് ചോർന്നു പോയതിൽ ഉള്ള അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ നടപടികൾക്ക് പിന്നിൽ ഉണ്ടായേക്കും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും EP ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ DCയിൽ അച്ചടക്ക നടപടി ഉണ്ടായിരിക്കുകയാണ്. പബ്ലിക്കേഷൻ വിഭാഗം മാനേജറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് DCയിൽ നടപടി ഉണ്ടായിരിക്കുന്നത്.